അപ്പൊ ഇപ്പൊ തെലുങ്കാനക്കും കുറക്കുന്നു പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത്? കേന്ദ്രത്തിനും കുറക്കുന്നുണ്ടോ? കേന്ദ്രത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9%, അവിടെയും പാടുള്ളൂ 3%. ഈ 5.9% കേന്ദ്രം എടുക്കുന്ന ഓഫ് ബഡ്ജറ്റ് ബോറിംഗ് ഉൾപ്പെടുത്തില്ലെന്ന് അവർക്ക് ചെയ്യാം. സംസ്ഥാനം ചെയ്തു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യം നടത്തിയ വെളിപ്പെടുത്തലുകൾ വേണ്ടതുപോലെ പ്രതിപക്ഷം കൈകാര്യം ചെയ്തില്ല എന്ന അഭിപ്രായം തോമസ് ഐസക്കിനുണ്ടോ? ഗുരുതരമായൊരു വെളിപ്പെടുത്തലായിരുന്നു. അതിന് തുടക്കം മുതൽ തന്നെ മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് നികുതിയുടെ വരുമാനം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തിരുന്നു. അത് വേണ്ടത്ര രീതിയിൽ കേരളത്തിലടക്കം പ്രതിപക്ഷം ചർച്ച ചെയ്തില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ട്. അതിന്റെ എഫക്റ്റ് വരുമായിരുന്നത് തോമസ് ഐസക് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. ഇത് കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഭരണഘടനാ ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ഒരു ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ അത് സ്വീകരിക്കാം, അതിൽ തള്ളാം. അല്ലാതെ നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും കേന്ദ്ര സർക്കാരിന് ഭരണഘടന അധികാരം നൽകുന്നില്ല. മോഡി ചെയ്തതെന്താ? മോഡി 50% കൊടുക്കണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്ന മോഡി പ്രധാനമന്ത്രിയായപ്പോ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ വിളിക്കുകയാണ്. 42 പോലും കൊടുക്കാൻ പാടില്ല, അത് പഴയതുപോലെയാക്കണമെന്ന്. അദ്ദേഹം സമ്മതിച്ചില്ല. ഞാൻ ഭീഷണിപ്പെടുത്തലൊന്നുമില്ല, പക്ഷെ തെറ്റ്. എന്നിട്ട് ലോക്സഭയിൽ പോയി 42% നിലനിർത്തിയതിന്റെ ക്രെഡിറ്റും മറ്റും മേടിച്ചെടുക്കണം. ഇതാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അവസാനിപ്പിച്ചില്ല. അതാണ് എന്റെ തമാശ, ഗൗരവമായിട്ടുള്ള കാര്യം. 15 ധനകാര്യ കമ്മീഷൻ വന്നപ്പോ അതിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മോഡി എഴുതി ചേർത്തു, 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പുനഃപരിശോധിക്കണം, അവലോകനം ചെയ്യണം. ഈ 42 വിട്ടില്ല. 2 ഇപ്പൊ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നമുക്ക് കിട്ടി നന്നായിട്ടെന്ന് പറഞ്ഞല്ലോ, അത് നിർത്തലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇത് 2 ഉണ്ടായിരുന്നു. ഇത് 2 നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? കോവിഡ് വന്നു. കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വെട്ടിക്കുറക്കണമെന്നൊന്നും ഒരു ശുപാർശയും ഒരു കമ്മീഷൻ നൽകാൻ പറ്റില്ല. അതുകൊണ്ട് കോവിഡ് മൂലം രക്ഷപ്പെട്ടു സംസ്ഥാനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മോഡിയെ തുറന്നു കാണിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ടാണോ ഇതൊരു ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ട് ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് ഉയർന്നു വന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.